ഓക്കെ. അപ്പോൾ പ്ലെയർ ഫുട്ബോൾ ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷാമിലെ നമ്മളന്ന് ഒരാഴ്ച ആയി തോന്നുന്നല്ലേ കളി കഴിഞ്ഞിട്ട്? ഒരാഴ്ച മുന്നെയാണ് ബ്രസീൽ ജപ്പാൻ മാച്ചിന്റെ അതെ അതെ റിവ്യൂ പറഞ്ഞു പോയതാണ്. പിന്നെ ഇപ്പൊ എന്താണ് കുറച്ച് ലേറ്റ് ആയി. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് വളരെ മോശമായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വന്നിട്ട് ആ കളി ബ്രസീൽ അടുത്ത റൗണ്ടിലേക്ക് സീൽ ചെയ്തു. പിന്നെ ഷാമിൽ എനിക്കിപ്പോ റൗണ്ട് ഓഫ് 32 കഴിഞ്ഞല്ലോ, മൊത്തം കഴിഞ്ഞിട്ട് എല്ലാം കണ്ടേ? ഏതൊക്കെ ഗെയിം കണ്ട്? എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ല. കുറെയൊക്കെ കുറച്ച് ഗെയിമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഷുവർ ആയിട്ട് വിൻ ഫസ്റ്റത്തെ ഉണ്ടാവും എന്നുള്ള മാച്ചൊക്കെ കുറെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാനഡന്റെ ഗെയിം ഉണ്ടോ? കാനഡ സൗത്ത് ആഫ്രിക്കനായിട്ട് ഇരുന്നു അല്ലേ? ഞാൻ ആ ഗെയിം ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിരുന്ന ഇന്നിപ്പോ കാനഡ ഇറങ്ങുന്നുണ്ട് മൊറോക്കോനായിട്ട്. വലിയ ഒരു ഒരു ഒപ്പണന്റ് അധികം ആവൂല. ഏറിപ്പോയ ക്വാർട്ടർ അടുത്ത റൗണ്ടിൽ പോകാൻ സാധ്യത കുറവാണ് തോന്നുന്നു കാനഡ, പ്രത്യേകിച്ച് എത്തൂല മൊറോക്കോനായിട്ടും കൂടിയാണ്. ഏഹ് എത്തൂല. മൊറോക്കോ ഒരു ആ പർപ്പസ് ആയിട്ട് കളിക്കണേ. ആ അപ്പൊ ഏകദേശം അത് എനിക്ക് തോന്നുന്നു മൊറോക്കോ ഏകദേശം ക്വാർട്ടർ ഫൈനൽ എത്തിയ പോലെ ആയിരിക്കും എന്ന് തോന്നുന്നു അടുത്ത റൗണ്ടിലിട്ട്. ആ ഗെയിം ഫസ്റ്റത്തെ ക്വാർട്ടർ ഫൈനൽ ഗെയിം. പിന്നെ ഫ്രാൻസിന്റെ കളി അടുത്ത ഉണ്ടല്ലോ. ഗെയിം പിന്നെ പ്രധാനമല്ല എനിക്ക് രണ്ടാമത്തെ ഗെയിം തന്നെ നമ്മളെ ഗെയിമായിരുന്നു. നമ്മളെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, കുറച്ചൊന്ന് എന്നെ സംബന്ധിച്ചിട്ടാ, എനിക്ക് എങ്ങനെയെന്ന് അറിയില്ല. ഞാൻ ഏകദേശം ഫസ്റ്റ് ഹാഫിൽ വളരെ ഡൗൺ ആയിരുന്നു. വളരെ ഡൗൺ പറഞ്ഞാല് ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഈ പറഞ്ഞിരുന്നു ഇങ്ങനെ ഗോൾ ഇങ്ങനെ ഇപ്പൊ വരുന്നത്. പക്ഷെ ഇത് വരുന്ന് പ്രതീക്ഷിച്ചിരിക്കുക എന്നല്ലാതെ ഗോൾ അങ്ങോട്ട് വരാതായപ്പോ പിന്നെ സമാധാനത്തിന് പറയാം ആൻസലോട്ടിയാണ് സെക്കൻഡ് ഹാഫിലാണ് ഗോൾ വരിക അങ്ങനെ എന്നൊക്കെ പറഞ്ഞെങ്കിലും മറ്റേതിൽ പറഞ്ഞാല് ഇന്നിപ്പോ അർജന്റീന കേപ്പ് വെർദനെ കൊണ്ട് പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഞാൻ പിന്നെന്താ പറയാ, സമാധാനമായത് എനിക്ക് എക്സ്ട്രാ ടൈമിലേക്ക് കളി പോണതും പെനാൽറ്റിയിലേക്ക് പോകണോ തീരെ താല്പര്യമില്ല. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ല, എനിക്ക് തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ് ബ്രസീലിയെ പെനാൽറ്റിക്ക് ഒന്നും പോകുന്നത്. അപ്പോ ഈ കസമീറ ഇഞ്ചറി ഒക്കെ ആയി തോന്നുന്നല്ലേ? ഓക്കെയാണ്. ആ എനിക്ക് പെക്കോറ്റ ഔട്ടായില്ലേ? എനിക്ക് ജപ്പാന് ഞാൻ ആദ്യം പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇനി എത്ര പറഞ്ഞാലും ജപ്പാൻ എനിക്കൊരു ഒപ്പോണന്റ് പറഞ്ഞാൽ അങ്ങനെയല്ല. ബ്രസീലായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ബ്രസീൽ തന്നെ ജയിക്കും എന്നുള്ളൊരു വിശ്വാസം. നമ്മളൊരു കളിക്ക് ഒരു പക്ക ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ശരിക്കും ജപ്പാന്റെ ഗോൾ വന്ന്. കാരണം നമ്മൾ അതെ ജപ്പാൻ എന്നുള്ള രൂപത്തിലല്ല, നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓല് കറക്റ്റ് ഒരു യൂണിറ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നെങ്കിൽ പോലും നമ്മളത് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. കാരണം ഉള്ളൊക്കെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത സിറ്റുവേഷനിൽ ഔട്ട് സൈഡിൽ നിന്ന് ഷോട്ട് എടുക്കാൻ നോക്കുന്ന വിനീഷ്യസ്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്. അതുവരെ നമ്മൾ ഗോൾ അടിക്കുന്നവരെ ജപ്പാൻ എന്ന് പറഞ്ഞാല് ഗോൾ അടിക്കണമെന്നല്ല, കളിയിൽ മൊത്തമായിട്ട് അങ്ങനെ വലിയ ത്രെറ്റ് ഒന്നും ജപ്പാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ടായില്ല. അല്ല അതിലിപ്പോ ഫിഫന്റെ തന്നെ ആ ഒരു ടെലികാസ്റ്റിന് അതിനിടയിലും പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് പല മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, ഇപ്പൊ ഫുട്ബോളിനെ ഫോളോ ചെയ്യാനുള്ള ആപ്പിലൊക്കെ ഉള്ള ഒരു മൊമെന്റത്തിന്റെ ഒരു ചാർട്ട് ഉണ്ടല്ലോ. അപ്പൊ അതെ ആ അതെ അതെ ഫിഫന്റെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റം ചാർട്ട്. ആ മൊമെന്റം ചാർട്ടില് ഗ്രാഫ് മൊത്തം ബ്രസീലിന്റെ സൈഡിൽ നിന്ന്, ജപ്പാന്റെ സൈഡിലേക്ക് അവർ ഗോൾ അടിച്ചപ്പോൾ ഉള്ള ഒറ്റ മൊമെന്റ് അല്ലാതെ അവര് കളിയിൽ ശരിക്കും പറഞ്ഞാല് പിന്നെ എനിക്കറിയില്ല, ചിലരും പറയുന്നുണ്ട് ജപ്പാൻ നന്നായിട്ട് കളിച്ചു കാരണം നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. പിന്നെ അവർ ഡിഫെൻഡ് കിട്ടുമ്പോ ഓർഗനൈസർ ഡിഫെൻഡ് ചെയ്ത്. ആ അതെ, ശരിക്കും അവരങ്ങനെ ഈ പറഞ്ഞ പോലെ അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള ഡിസർവ് ചെയ്യാനുള്ള ഒരു കളിയൊന്നും കളിച്ചിട്ടില്ല അല്ലെ ബ്രസീലിനായിട്ട്? ഇല്ല 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 അതിനുള്ള കളിച്ചിട്ടില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ബ്രസീലുമായിട്ട് വരുമ്പോ അവര് ഇതില് ആയുള്ള കളി കളിച്ചിട്ടില്ല. ഒന്നാമത് ചിലപ്പോൾ ഒരു ഗോൾ അടിച്ചിട്ട് അതിൽ നമുക്കത് കിട്ടും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അല്ല, അതാണ് ഒരു ഗെയിം പ്ലാൻ എന്ന നിലയ്ക്ക് നിന്നാണ്. പക്ഷെ എനിക്ക് അപ്പോഴും തോന്നുന്നു അവര് ബ്രസീലിന്റെ വീണ്ടും അടിക്കാൻ നോക്കിയത് പക്ഷേ ഓപ്പൺ ആയാൽ ബ്രസീലിന് അത് തിരിച്ചടിക്കാൻ വളരെ എളുപ്പമാവുമെന്ന് വെച്ച് ആ ഓഫ് ഒരു കോഴ്സ് സിറ്റ് ബാക്ക് ചെയ്താണോ? അതില് ജപ്പാന് ബാക്കിയുള്ള ടീമിനോട് കളിച്ച പോലെയല്ല ബ്രസീലിനോട് കളിച്ചിട്ടുള്ളത്. ഭയങ്കരമായിട്ട് സിറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര യൂണിറ്റ് ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട്. കാരണം ബ്രസീലിനെതിരെ ജപ്പാന്റെ ആ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ എടുത്താൽ ഈ വിനീഷ്യസും ആ ഒരു ആഞ്ചലോട്ടി സ്റ്റൈൽ ഓഫ് ഫുട്ബോളിൽ ബ്രസീൽ തിരിച്ചടിക്കാനുള്ള ചാൻസ് നല്ലതുണ്ട്. കാരണം തന്നെ അന്നനെ കണ്ടില്ല, പെട്ടെന്നൊരു ബോൾ ഇട്ടിപ്പോ വിനീഷ്യസ് കൊണ്ടുപോയി. അപ്പൊ അങ്ങനത്തെ ഒരു ആ ചാൻസ് ഇട്ടിപ്പോ ഈ സ്കോട്ട്ലൻഡിലെ മറ്റേ പ്രശ്നം അതാണ്, ഒരു അത്യാവശ്യം സ്പേസ് തരാൻ പറ്റില്ല. ആ ഒരു മിഡിന്റെ അപ്പുറത്തേക്ക് സ്പേസ് തരാനേ പറ്റൂല ബ്രസീലിന്റെ ഇപ്പത്തെ ഒരു കളിയിൽ. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ജപ്പാൻ പോയാൽ സ്വാഭാവികമായിട്ട് ഓൾക്ക് കിട്ടും. എനിക്ക് ആ ഒരു റൗണ്ട് ഓൾ സിറ്റ് ബാക്ക് ചെയ്യുമെന്നുള്ള ആ ഒരു രീതിയിലാണ്. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടോ വെച്ചാൽ നമ്മള് ഗോൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രഷർ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമ്മൾ തിരിച്ചടിക്കാൻ പറ്റും. എപ്പോഴും കാണുന്ന പോലെയല്ല. പിന്നെ നമ്മളൊരു പാറ്റേൺ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാല് ഇപ്പോ
14, 18, 22 ആയാലും നമ്മളൊരിക്കലും നമ്മളെ ബ്രസീലിയൻ കോച്ചുമാര് നമ്മൾ എപ്പോഴും ഭയങ്കര സെലിബ്രേറ്റഡ് ആണ്. നമ്മൾ ഒരിക്കലും സിറ്റ് ബാക്ക് ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തില്ല. പക്ഷെ ആഞ്ചലോട്ട് ചെയ്യിപ്പിക്കും, ഓനറിയാം, കാരണം വീക്ക്നെസ് ഒക്കെ അറിയാം. ഇപ്പൊ ടിറ്റി ആയാലും നമ്മളൊക്കെ അത്രക്കും അപ്പായിട്ട് കളിച്ചിട്ട് ഒരു കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ ഇല്ല. അവിടെ കളിക്കുക, ഒരു ഫ്രീഡത്തിൽ കളിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം. ഇങ്ങനെ തോന്നുന്നത് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോവാണെങ്കിൽ, കുറച്ചും കൂടെ നല്ല ടീമിനെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുറച്ചും കൂടെ സിറ്റ് ബാക്ക് ചെയ്തിട്ട് അടുപ്പിക്കാനുള്ള പ്ലാൻ നോക്കും. ആ റയൽ മാഡ്രിഡ് DNA സാധനം വരാൻ അതെ സാധ്യതയുണ്ട്. അതെ അതെ. പക്ഷെ മൂപ്പര് ഒപ്പോണന്റ് ഇതേപോലെ നമുക്ക് ബ്രസീലിനെ പഞ്ഞിക്കിടാൻ ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ സിറ്റ് ബാക്ക് ചെയ്യുക, പൊട്ടിക്കുക. അതത്രേ ഉള്ളൂ. സിറ്റ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. കൗണ്ടർ അടിക്കപ്പോ കോങ്കോ ഒക്കെ കാട്ടിയ പോലെ കിട്ടുന്ന കൗണ്ടർ ടൈമിൽ ഇടയ്ക്ക് നല്ല നല്ല കൗണ്ടർ വരുന്നു. കൗണ്ടർ വരണം. അല്ലാണ്ട് ഉള്ള അറ്റാക്കിങ്ങിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ സുഖമായിട്ട് ഇടാം. ഇപ്പൊ എനിക്കിപ്പോൾ നമ്മളെ മിഡിൽ ഏക്കറോ സ്പേസ് ഉണ്ട്. ക്വാളിറ്റി പ്ലേയേഴ്സ് ഓപ്പോണന്റ് ആയിട്ട് വന്നാൽ ഓൽക്ക് അടിച്ചിടാൻ പറ്റുന്നേ ഉള്ളൂ. അല്ല, ആവശ്യം ബ്രസീലിന്റെ തന്നെ ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും പല ആൾറെഡി അറിയുന്ന കാര്യമാണ് ഈ സെന്റർ പൊട്ടുന്നു എന്നുള്ള വിഷയം. പ്രത്യേകിച്ച് ഈ സെന്റർ ഇപ്പൊ ഒരു ലെഫ്റ്റ് ബാക്ക് ആണെങ്കിൽ ഇപ്പൊ ഡീസന്റ് പെർഫോമൻസ് ആണ് ഇതുവരെ ടൂർണമെന്റിൽ. ഡഗ്ലസ് സാന്റോസ്, പിന്നെ ഡാനിയലിന്റെ മിസ്പാസ് ആണെങ്കിലും ഡിഫെൻസീവ്ലി ഡാനിയൽ ഓക്കെയാണ്, അത്യാവശ്യം ഓക്കെ, സോളിഡ് ആയിട്ട് ഓക്കെ പെർഫോമൻസ് ആണ്. പക്ഷേ ഈ കസമിറോക്കിന്റെ ഈ സ്ലോനെസ് മിഡിനെ ബാധിക്കണമെന്നുള്ള സാധനം മെയിൻ ആയിട്ട് ഇപ്പൊ കണ്ടില്ല. ആ ജപ്പാന്റെ ആണെങ്കിലും ആ ഒരു ആ ഒരു സാധനം. പിന്നെ രണ്ടാമത് പിന്നെ അന്ന് ജപ്പാനെതിരുള്ള ഒരുവിധം എല്ലാവർക്കും ഇപ്പൊ പലരും പലയിടത്ത് എഴുതിയതായിട്ടും വീഡിയോ ഒക്കെ ആയിട്ട് വന്ന്, അതായത് എന്താ വെച്ചാല് ശരിക്ക് ആൻസലോട്ടി 4-4-2 ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര വിനീഷ്യസ് ഒരു ഒന്നുകൂടി ഉള്ളിലായിരുന്നു കളിച്ചിരുന്നത്. അവന് ഈസി ആയിട്ട് ഈ ബാക്ക് ഫൈവ് അറ്റ് ദ ബാക്ക് ഇട്ടിട്ട് ജപ്പാൻ എന്ത് ചെയ്ത് ഡബിൾ അപ്പ് ചെയ്യുന്നു. രണ്ടുപേരെ വെച്ചിട്ട് അവനെ മാർക്ക് ചെയ്യുമ്പോൾ അവനക്ക് ഒന്നും ചെയ്യാൻ കഴിയണില്ല. നമ്മളെ കളിയാണെങ്കിലോ പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ വിനീഷ്യസ് വഴി മാത്രം കളി പോയാൽ മതി, അല്ലെങ്കിൽ വിനീഷ്യസിന് മാത്രം പാസ് ചെയ്യാന്നുള്ള പോലെയായിരുന്നു. അതുകൊണ്ട് എന്താണ് ഒന്നൊരു ഷാർപ്പ്, ഒരു അറ്റാക്കിനൊന്നും ഷാർപ്നെസ് ഇല്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചാറില്ല. അത് പലയിടത്തും എല്ലാവരും പറഞ്ഞു, എല്ലാവരും മനസ്സിലായ കാര്യമാണ്. ആൻസലോട്ടി ചെയ്തെന്താ വെച്ചാല് വിടുത്ത് കൂട്ടി. അതായത് മാർട്ടിനെല്ലിനെ ഇറക്കിയിട്ട് ഹാഫ് സ്പേസ് കിട്ടിട്ട് ലെഫ്റ്റ് വിങ്ങില് ഈ വിനീഷ്യസ് വിടുത്ത് കൂട്ടി, റയാനും വിടുത്ത് നല്ല മറ്റു വിടുത്തില്ലായിരുന്നേ. ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിന് തീരെ വിടുത്തില്ലായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഇവര് വിടുത്ത് കൂട്ടിയവർ സ്വാഭാവികമായിട്ടും ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്യാം, അവർ സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് സ്പേസ് സെക്കൻഡ് ഹാഫിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ത്വരിതരാവാ ക്രോസുകൾ വരുന്നു, ഹെഡ് ചെയ്യാതെ നോക്കുന്നു, അങ്ങനെ ഒരു സംഭവമായിരുന്നു. ഏതായാലും ഇനിയിപ്പോ എന്താ പറയാ, നോർവേനായിട്ട് ഏത് ടൈപ്പ് ടാറ്റിക്സ് ആണ് എടുക്കുന്നതാവും. ഏതായാലും എന്താണ് എനിക്ക് ഈ ഹാളണ്ട്, സോർലോത്ത്, ഒഡേഗാർഡ്, നുസ ആ ഒരു അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആണ് എനിക്ക് ആ ടീമിൽ വല്ലാതെ അറിയുന്നവരുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ അറിയുന്നവരൊക്കെ ഉണ്ട്. എന്നാലും എനിക്കെന്താ വെച്ചാൽ അവർ എക്സ്ട്രാ ടൈമിലൊക്കെ ഒന്നും കൊണ്ടുപോകരുത്, അത്രേ ഉള്ളൂ. കളി ഉണ്ടല്ലോ, ഈ പിടിച്ചു വെച്ചൊരു ബ്രസീലിനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കട്ടൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ട് ലോ ബ്ലോക്ക് അവർ ഇടും തോന്നില്ല. എന്നാലും അവരെങ്ങനെ പിടിച്ചു വെച്ചിട്ട് കളി എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയാലാണ് ആകെ ടെൻഷൻ ആവില്ല, എങ്ങനെ മുന്നേ തീർക്കാന്ന്. പിന്നെ അന്ന് അടുത്ത പിറ്റത്തെ കളി പറഞ്ഞോ. എനിക്ക് തോന്നുന്ന പോലും ലോ ബ്ലോക്ക് ഇടുള്ളൂ. ലോ ബ്ലോക്ക് ഇടുന്ന പറയുന്നത് എനിക്ക്, കാരണം അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം കളിച്ചാൽ നോർവേക്ക് ബ്രസീലിനെ ഇടാൻ പറ്റും എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ തോന്നില്ല. ലോ ബ്ലോക്ക് ബ്രസീലിനെതിരെ ലോ ബ്ലോക്ക് ചെയ്യുക, എന്നിട്ട് അടിക്കുക. കാരണം നമ്മൾ ഈ കസമീറോ, ഈ ബ്രസീൽ ടീമിന്റെ മെയിൻ ആയിട്ട് പ്രശ്നം കസമീറോ ഒക്കെ ഏജ് ആയി എന്നുള്ള ഒരു സാധനം മാത്രമാണ്. കസമീറോ അവന്റെ പ്രൈമിലാണെങ്കിൽ ഈ മിഡ്ഫീൽഡ് ഇങ്ങനെ എല്ലാം വർക്ക് ചെയ്യുക. കസമീറോ ഫ്രണ്ടിക്ക് വന്നിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് എടുക്കും. ഇപ്പോ കസമീറോ ബാക്ക് ഫുട്ടിലാണ് കളിക്കണേ. പക്ഷെ അതിലും ഞാൻ പറഞ്ഞില്ല, ആഞ്ചലോട്ടി കസമീറോനെ എത്ര ഷോക്കായാലും കസമീറോ എന്ന പ്ലെയർ നമ്മളെ ബോക്സിന്റെ അടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ ഓനെ കഴിഞ്ഞിട്ട് കുറെ ആളുള്ളൂ. ഓനറിയാം അതെങ്ങനെ ചെയ്യേണ്ടത്, അതിന് കറക്റ്റ് അറിയാം. ഇപ്പൊ നമ്മളെ എല്ലാ കളിയിലും നമ്മളൊരു ത്രട്ടനായിട്ടുള്ള മൊറോക്കോ ആയാലും ജപ്പാന്റെ പറഞ്ഞാല് ട്രാൻസിഷൻ അല്ല, ബോള് പൊസിഷൻ വെച്ചിട്ട് വരുമ്പോ കസമീറോന്റെ പൊസിഷനും എങ്ങനെ ടാക്കിൾ ഉണ്ട്, ബോള് മുന്നിൽ കന്ന പേടിയില്ലാത്ത രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യും. അതുകൊണ്ട് കൂടെയാണ് കസമീറോനെ ട്രസ്റ്റ് ആണ്. ആ ഒരു പ്ലെയർ ക്വാളിറ്റി തന്നെ ഇപ്പോഴും അവന്റെ കയ്യിൽ അതുണ്ട്, പേസ് ഇല്ല എന്നല്ലേ. എന്നിട്ടും ആ ഒരു സാധനം വെച്ചിട്ട് ഓടിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. നോർവേ എങ്ങനെ കളിക്കണം അതിനനുസരിച്ചായിരിക്കും ബ്രസീലിന്റെ ഗെയിം പ്ലാൻ. അല്ലാണ്ട് ഒരു നോർവേക്കെതിരെ ഒരു ഗെയിം പ്ലാൻ കൊണ്ട് ഇറങ്ങൂല. ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് വേറൊന്നുണ്ട്. എന്താ പറഞ്ഞ 20 മിനിറ്റ് അല്ല, ഒരു ഫസ്റ്റത്തെ ഒരു 20-25 മിനിറ്റ്സ് നോക്കിയിട്ടായിരിക്കും ഒരു കളി എങ്ങനെ നോക്കിയിട്ടായിരിക്കും ബാക്കി സംഭവം എന്ന് വിചാരിക്കുക. പിന്നെ ഈ പക്കേറ്റയ്ക്ക് പകരം ഏകദേശം സാന്റോസ് ആയിരിക്കും ഉറപ്പായി തോന്നുന്നു. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ.
കാരണം കസമീറോക്ക് ഒരിക്കലും ഒരു ഒരു ബിൽഡപ്പിലായാലും മറ്റേലായാലും ഒരു എന്താ പറയാ ഡബിൾ പിവോട്ട് കളിക്കാനുള്ള ഒരു ഇതില്ല. കാരണം ഇനി ബ്രൂണോ ആണെങ്കിലും ബ്രൂണോ കുറച്ച് നമ്മൾ അതിന്റെ ഒരു ഓവറോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ബ്രൂണോ മാത്രം കുറച്ച് അപ്പായിട്ടും കസമീറോ ഡൗൺ ആയിട്ടും ആ ഒരു കസമീറോ നിൽക്കുന്ന ഒരു ലെഫ്റ്റ് സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഭയങ്കര സ്പേസ് കിട്ടും. അവിടെ ഒരു മിഡ്ഫീൽഡർ ഇല്ലെങ്കിൽ ഇപ്പൊ റഫീനെ പോലെ ആൾക്കാർ റഫീനെ കളിപ്പിക്കാൻ ആരെയും കളിപ്പിക്കാം, പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു ബാലൻസ് ഉണ്ടല്ലോ, ആ ബാലൻസ് ഇല്ലെങ്കിൽ നമ്മള് കാര്യമില്ല. അപ്പൊ മിക്കവാറും ഡാനിയലായിരിക്കും കരുതാം. വേറെയുള്ള ലൈനപ്പിലൊന്നും മാറ്റണം സാധ്യതയില്ല. എനിക്കൊന്ന് റയാൻ സ്റ്റാർട്ട് ചെയ്യും, കുൻഹ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, പിന്നെ എൻട്രിക്ക് ഇതേപോലെ സബിൽ വരും, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. റാഫിനെ കൂടെ വരാണ്ട് റാഫിന്റെ സബ് ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ലൂയിസ് എൻട്രിക്കൊക്കെ വലിയൊരു മിനിറ്റ്സ് കിട്ടാൻ സാധ്യതയില്ല അല്ലെ. ഇല്ല. ഇനിയിപ്പോ ഇഗർത്തിയാഗോനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? അത് ആ ഗെയിമിനനുസരിച്ചായിരിക്കും അല്ലെ. ഇഗർത്തിയാഗോ എന്താ പറയാ, നമ്മളെ മിഡ്ഫീൽഡിന്റെ ഒരു അവസ്ഥയിൽ ഇഗർത്തിയാഗോ നമുക്ക് ഫീഡ് ചെയ്യാൻ കഴിയൂല. കാരണം കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ് വളരെ കുറവാണ്. മിഡിന് കളി വരാത്തതുകൊണ്ട്. അപ്പൊ ഓനെ മാറ്റിയിട്ട് കുഞ്ഞ വരുമ്പോ ഭയങ്കര വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ നല്ല മിഡ്ഫീൽഡർ, ഒരൊറ്റ ഒരു നല്ല മിഡ്ഫീൽഡറും കൂടെ ഉണ്ടെങ്കിൽ, പിന്നെ വിങ് ബാക്സ് വേണം കേട്ടോ തിയാഗോനെ കുറച്ചും കൂടെ ഒക്കെ കളിപ്പിക്കാന്. അപ്പൊ കുഞ്ഞ പട്ടിമണി എടുത്തോണ്ട് കൂടെയാണ് ഒരു ആഞ്ചലോട്ടി പക്കാ സിസ്റ്റം എന്ന് പറയില്ലെങ്കിലും മൂപ്പര ടൈപ്പ് ഓഫ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന കുഞ്ഞ അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സംശയം, മൊറോക്കൊക്കെ തിരുന്നിട്ട് എന്തുകൊണ്ട് ഇയാള് സ്റ്റാർട്ട് ചെയ്തില്ല? മൊറോക്കൊക്കെ ഒരിക്കലും നമ്മൾ ഇയാള് പറഞ്ഞില്ല, എക്സ്പെരിമെന്റ് ചെയ്ത് എത്തണേ ഉള്ളൂ. ഇപ്പൊ വേൾഡ് കപ്പ് എത്തുന്നതിന്റെ മുന്നേ മൂപ്പര് ആകെ 5 മിഡ്ഫീൽഡർ നമ്മൾ ക്ലിയർ ആയിട്ട് അറിയാം. 2 മിഡ്ഫീൽഡറെ വെച്ചിട്ട് ഒന്നെങ്കിൽ റഫീന, നെയ്മർ ആരെങ്കിലും വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഈവൻ കുഞ്ഞായാലും ആ ഒരു പരിപാടിയാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. ആ ഫ്രണ്ട്ലീസ് നമ്മളെ മറ്റേ കൊറംബോളിന്റെ ഇതല്ല, ആ ഒരു പനാമ ഈജിപ്ത് ഓലൊക്കെ വന്നപ്പോ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് നടക്കൂല എന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടാണ് മൂപ്പരയിലേക്ക് മാറിയത്. നടക്കില്ല. പനാമന്റെ മിഡ്ഫീൽഡ് വരെ നമ്മളെ കട്ടക്ക് നിന്ന് അതിനുശേഷം അപ്പൊ അതിലേക്ക് ഒരാളും കൂടെ മിഡ്ഫീൽഡിൽ ഉണ്ടാവണം, നല്ലതാണ്. അപ്പൊ കളി മാറ്റണ്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ബിൽഡപ്പിന്റെ കോലം മാറി. അതാണ് മെയിനായിട്ട്. നമ്മളിപ്പോ മൊറോക്കോ ആയാലും ഇഗർത്തിയാഗോ ഇറങ്ങണതിന്റെ മുന്നേ ആയാലും നമ്മൾ കുഴപ്പമില്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. മോശം എന്ന് പറയാനൊന്നുമില്ല, നമുക്ക് നല്ല ക്ലിയർ കട്ട് ചാൻസസ് കുറച്ച് കിട്ടുകയൊക്കെ ചെയ്തു. നമുക്കറിയില്ല ആ ഹെഡർ, പിന്നെ അതേപോലെ പിന്നെ ചെയ്തത് അത് ഈ കുഞ്ഞ അങ്ങനെ ഡീപ്പ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളി നമ്മൾ കളിച്ചിട്ടുണ്ടേന്. പക്ഷെ ഇപ്പോഴത്തെ ഗെയിം പ്ലാനിൽ കറക്റ്റ് ആയിട്ട് കുഞ്ഞ ഡീപ്പിൽ ഇറങ്ങി വരിക, വിനീഷ്യസിനെ ഫ്രഷ് ആയിട്ട് വെക്കുക, ആ ഒരു സാധനത്തിൽ മൂപ്പര് മാറി. ആദ്യം മൂപ്പര് പ്ലാൻ അതല്ല ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താ വെച്ചാല് ഇനി കുഞ്ഞ ഒരിക്കലും സബ്ബാവാനുള്ള സാധ്യതയില്ല. ഒരു സ്റ്റാർട്ടിങ്ങിൽ ഏതായാലും കുഞ്ഞുണ്ടാവും. ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ഇവൻ പക്കറ്റും കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ കുഞ്ഞെന്തായാലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്കറ്റ് പറഞ്ഞാല് മറ്റേ ഡേർട്ടി വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുറെ പട്ടിപ്പണി എടുത്തിട്ടുണ്ട്. പോസിറ്റീവ് അല്ലെങ്കിലും ഡിഫെൻസീവില്. നുസ എന്ന് പറഞ്ഞ പ്ലെയർ സൈഡിൽ ഡാനിലായിരിക്കും. എങ്ങനെ മാനേജ് ചെയ്യാവോ? മാനേജ് ചെയ്ത് കരുതല്ലേ. അത് ഡാനിലൊരു എക്സ്പീരിയൻസ് പോലെ പിടിച്ചു നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ ഹാലണ്ടിനെ നോക്കണം, സോർലോത്തിനെ നോക്കണം. ഹാലണ്ട് സോർലോത്ത് പറഞ്ഞ രണ്ടും ഭയങ്കര ടവറിംഗ് ആയിട്ടുള്ള ഫിസിക് ചങ്ങായിമാരാണ്. അതിൽ ഒരാളെ നോക്കുമ്പോൾ ഒരാൾ ഫ്രീ ആവോ എന്നുള്ള ഒരു ഇതാണ്. അതിന് ഡഗ്ലസ് സാന്റോസും ഗബ്രിയലും കൂടി ഒരുമിച്ച് പണിയെടുക്കേണ്ടി വരുന്ന തോന്നുന്നു. മിക്കവാറും കസമീറോയും കൂടെ നിൽക്കേണ്ടി വരും. ഏരിയൽ ബോൾസ് ആയതുകൊണ്ട് കസമീറോക്കും കൂടെ ഓടി പിടിക്കണം. നോർവേക്കെതിരെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ സ്കോർ ചെയ്യണം ഒരു ആദ്യത്തെ. പിന്നെന്താണ് ഒന്നുകൂടി ഗെയിം ഓപ്പൺ ആവും. തന്നെയാണ് പറഞ്ഞത്. ഞാൻ നമ്മളെ ബ്രസീലിന്റെ ഒരു സിറ്റുവേഷൻ വെച്ചേക്കും. മിനിമം ഒരു 2 ഗോളിന്റെ ലീഡ് ഇല്ലെങ്കിൽ ഈ കളി ഒന്ന് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. നോക്കൌട്ടിൽ അങ്ങോട്ട് പോകും തോറും ഒരു ഗോളൊന്നും ഒരിക്കലും ഏത് ടീമിനും നല്ലതല്ല. ബ്രസീൽ പ്രത്യേകിച്ച് നമ്മളറിയില്ല, നമ്മൾ അവര് ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നല്ല പ്ലേയേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് ഡിഫൻസിൽ. കാരണം ബ്രസീൽ പറഞ്ഞത് ആ സിറ്റ് ബാക്ക് ചെയ്യുന്ന പരിപാടി ആഞ്ചലോട്ടി ആയിട്ട് നടക്കും, ഒരു പ്രതീക്ഷ ഉണ്ട്. മറ്റേ ബാക്കിയുള്ളവരാണെങ്കിൽ ഓല് ജയിച്ചെന്നാലും ഈ ഒരു അവിടെ പോയി അറ്റാക്ക് ചെയ്യുന്ന പരിപാടി എടുക്കും. എനിക്കറിയാലോ, നമ്മൾ ഇത്ര കാലം കണ്ട ആ ഒരു സാധനം. ഗെയിം മാനേജ്മെന്റ് വളരെ പൂർവ്വന്. ആ ഒരു കാര്യത്തിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. നോർവേ എനിക്ക് തോന്നുന്നു നോർവേയും എനിക്ക് അങ്ങനെയല്ല ജയിക്കും എന്നുള്ള ഒരു ടെൻഷൻ എന്നുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും എന്റെ ഇപ്പോഴത്തെ വിശ്വാസം. അല്ല, എനിക്കും ജപ്പാനെ വെച്ച് നോക്കുമ്പോ ഒന്നും കൂടി ഒരു ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാനാണ് തോന്നുന്നത്. പക്ഷെ ലോകകപ്പാണ്,
നോക്കൗട്ടാണ്. ഏത് ചെറിയ അതെ അതെ ടീമും അതെ അതെ അവർക്ക് പിന്നെ അവരും വീട്ടിക്ക് പോവാതിരിക്കാനാണ് എല്ലാരും നോക്കുക. ആ കളി കഴിഞ്ഞ് ഓഫ് വീട്ടിക്ക് കോഴ്സ് പെട്ടി പാക്ക് പായ മടക്കി വീട്ടിക്ക് പോവാതെ അടുത്ത റൗണ്ടിക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടി ചത്ത് കളിക്കും 11 പേരും. അപ്പൊ ഒരു വില അത് കുറച്ച് മാത്രല്ല അല്ല കാണലുണ്ടാവില്ല. വില കുറച്ചല്ല അത് മാത്രല്ല വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കർ നമുക്ക് 10 ചാൻസ് ഇട്ട് ഹാലൻഡിന് ഒറ്റ ചാൻസ് മതി ഗെയിം അടിപൊളി. സീലാക്കാൻ. അതാണ് ഓൻ ഉം. അത്രേ ഉള്ളൂ. ഓനിപ്പോ കളി വൃത്തിയൊന്നും വേണ്ട. ഓനൊരു ഹൈ ഉം. ബോൾ കിട്ടുക, ഡിഫൻഡറെ ഇടിച്ചു കുത്തി പോവാ, ഓൻ അത്രേ ഉള്ളൂ. ഭയങ്കര ഡേഞ്ചർ തന്നെയാണ്. ഹാളണ്ടുള്ള ഒരു ഡേഞ്ചറാ. ടീമിനെതിരെ കളിക്കാന്ന് പറഞ്ഞാൽ മോന് ഒരു ഭയങ്കര ഹാഫ് ചാൻസ് കിട്ടിയാൽ മതി, അവൻ ഫിനിഷ് ചെയ്യും. ഓൻ ഫിനിഷ് ചെയ്യും. ഓനിപ്പോ എയറിലുള്ള ഉം. ബോൾ ആണെങ്കിലും എങ്ങനെയൊക്കെ ഓൻ കുത്തിയിട്ട് കയറ്റും. അപ്പൊ പിന്നെ ത്രെറ്റ് തന്നെയാണ്. ഓഡേഗാർഡ് ഉണ്ട്. ഒരിക്കലും നമുക്കൊരു ടീമിന് ചെറുതാക്കി കാണാൻ പറ്റില്ല. ഹാലൻഡ് ഒക്കെ ഇതാകണം, പക്ഷെ നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതെ അങ്ങനെ അതെ. പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു സാധനം മറ്റേ ഓർപ്പിക്കാൻ പറ്റൂല. ഫുട്ബോൾ ആണ്. ഇപ്പൊ ഇന്നലത്തെ പോലെ എന്തും സംഭവിക്കാം. അതെ. വേറെ മറക്കാതിരുന്ന വരെ പിന്നെ സംഭവിക്കാം. അന്നത്തെ നെതർലൻഡ്, പിന്നെ അന്ന് പിന്നെ ഉണ്ടായിരുന്നത് ബ്രസീലിന്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാന ഗെയിം ഉണ്ടായിരുന്നത് ജർമ്മനി ജർമ്മ പാരാഗ്വേ ആണ്. ആ കളി ഞാൻ കണ്ടില്ല അതിന്റെ പക്ഷെ ഇപ്പൊ ഒന്നും അറിയാലോ, അവര് ജർമ്മനി ഷൂട്ടൗട്ടിൽ പോയി. ഭയങ്കര സർപ്രൈസ് ചെയ്യുന്നുണ്ട് എനിക്ക്. ഞാൻ ആക്ച്വലി നെതർലൻഡ് മൊറോക്കോ കളി എനിക്കൊരു 50-50 ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. അത് നെതർലൻഡിനും ജയിക്കാൻ സാധ്യതയുണ്ട്, മൊറോക്കോക്കും ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. ഈ ജർമ്മനി പരാഗ്വേ കളിയിൽ ഒരിക്കലും ഞാൻ പരാഗ്വേക്ക് ഒരു സാധ്യത ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഈ പ്രതീക്ഷിക്കുന്ന പരാഗ്വേ ജയിക്കുന്നത്. എനിക്ക് ജർമ്മനിന്റെ ടീമിൽ എനിക്ക് വിശ്വാസമല്ലേ, അതുകൊണ്ട് ഏത് ഒപ്പോണന്റ് ഏതായാലും എനിക്ക് തോൽക്കും എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഗെയിം ഫുള്ള് കണ്ടില്ല. അതിന് ശേഷം ഉറങ്ങി നീച്ച് രാവിലെ സ്കോർ നോക്കുമ്പോൾ ജർമ്മനി തോറ്റു. നമുക്ക് പറയുന്നത് സർപ്രൈസിങ് അല്ല. കാരണം നമ്മൾ ഈ ജർമ്മനി അത്ര ഒരു, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ നബീലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ലോ ബ്ലോക്ക് ഡിഫെൻഡ് ചെയ്യാനല്ല, നിങ്ങൾക്ക് ലോ ബ്ലോക്കിനെതിരെ സ്കോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാ പ്രശ്നം. ഡിഫെൻഡ് ചെയ്യാനുള്ള ഡിഫെൻഡ് ചെയ്യും, പക്ഷെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഓൽക്കുണ്ടായിരുന്നു ജർമ്മനി. പിന്നെ എന്ന് പറഞ്ഞാല് ഓല 14 ശേഷമുള്ള ജർമ്മനി ബ്രസീലിനെക്കാട്ടിലും കഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നമ്മള് അതുകൊണ്ട് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെ. അത്രക്കും എല്ലാ വേൾഡ് കപ്പിനും അത്രക്കും സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്ന, മീൻസ് ജർമ്മനിക്കെതിരെ നമുക്ക് ആൾക്കാർ അങ്ങനെ ഒരു ഹെയ്റ്റും പറയില്ല, ഒന്നും പറയാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു ടോപ്പ് ലെവലിൽ പോലെ നിന്നുണ്ടേനി. അവർ 10 ആയാലും പേടിക്കുന്ന ടീമിന് എല്ലാവരും, ജർമ്മനി എന്ന് പറഞ്ഞാല് അതെ എല്ലാവരും അതെ 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 അതെ. പേടിയായിരുന്നു. ആ പേടിപ്പില്ല. അപ്പല്ല, കാരണം ഓലെ ആ ഒരു എന്താ പറയാ, ആ ഒരു ജനറേഷൻ ചേഞ്ച് വന്നപ്പോ ട്രാൻസ്ഫർ പീരീഡിൽ കടന്നു പോയപ്പോ നല്ല വ്യത്യാസമുണ്ട്. മിഡ്ഫീൽഡും ബാക്കും സ്ട്രൈക്കിങ്ങിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സർപ്രൈസിങ് ആയിട്ട് തോന്നിയില്ല അത്. മൊറോക്കോ നെതർലൻഡ് കണ്ടിരുന്ന കളി, ആ കളി ഞാൻ ആ, കണ്ടിരുന്നത്. മൊറോക്കോ നന്നായിട്ട് അതല്ല കളിച്ചു. അതിന് വലിയ ഡിസേർവിങ് വിന്നാണ്. അതിൽ ഈ കൂമാന് ഭയങ്കര വിമർശനം കേൾക്കുന്നുണ്ട്. കൂമാന് കൂമാന്റെ ഓരോ അതായത് ഫൈവ് ഗ്രൂപ്പിൽ മൊത്തം 4 അറ്റ് ദ ബാക്ക് കളിപ്പിച്ചിട്ട് ഈ ഒരു കളി പേടിച്ചിട്ട് 3 അറ്റ് ദ ബാക്ക് കളിപ്പിച്ചു എന്നുള്ള സാധനം. ഡിഫൻസീവ് ഭയങ്കര പക്ക ഡിഫൻസീവ് ആയിട്ട് കളിച്ചു നെതർലൻഡ് എന്നുള്ളൊരു വിമർശനം നല്ലോണ്ട് അവിടെ നിന്ന്. ഏതായാലും അത് നെതർലൻഡ് ഫാൻസിന്റെ വക ഉണ്ട്, ആ കൺട്രിയിൽ തന്നെ മൊത്തത്തിൽ ഉണ്ടോണ്ട് അവര് നല്ല വൈബിൽ ചെയ്യുന്നുണ്ട്. ആ ഫാൻസ് ഒക്കെ, ആ ഒരു നെതർലൻഡ് അതെ അതെ ഫാൻസ് ഒക്കെ, അതെ ആ ഒരു ഓറഞ്ച് ആർമി ഭയങ്കര ഇതായിട്ട് വന്നതായിരുന്നു. അത് ഭയങ്കര അവർക്ക് ഭയങ്കര ഇതായി ഷോക്ക്. പിന്നെ വേറെ പ്രധാന മത്സരം ഏതായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോ ഉണ്ടായിരുന്നത് മറ്റേ പിന്നെ അതായിരുന്നു അന്ന് കളി. ആ ഒന്നാമത്തെ കഴിഞ്ഞതിന് ശേഷം ഫ്രാൻസിന് സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റഡ് ആണ്. ഫ്രാൻസിന്റെ ഒന്നും വലിയ ഉം, സർപ്രൈസ് ഉം. അല്ല. പിന്നെ അതെ അതുപോലെ തന്നെ ഫ്രാൻസിന്റെ എതിരാളി ആയിരുന്നു ഇന്നിപ്പോ ഉള്ള ഇവരില്ലേ, പരാഗ്വീനെ പറഞ്ഞു. പിന്നെ പിന്നെ അടുത്ത പിക്ചർ ഇതല്ലേ, ബെൽജിയം അവിടെ വരുന്ന സെനഗൽ. അത് ഭയങ്കര സെനഗലായിരുന്നു കേട്ടോ കളിച്ചത്. അത് അതെ ഭയങ്കര അതെ അതെ ഇതായി, ഭയങ്കര വിഷമമുള്ള പിക്ചർ. കാരണം എന്താ വെച്ചാല് സെനഗല് ഫസ്റ്റ് ഹാഫ് അത്രയും ലീഡ് ചെയ്തിട്ട് ഞാൻ കളി കണ്ടിരുന്നു, സെക്കൻഡ് ഹാഫ് കണ്ടിരുന്നു. 86-ാം മിനിറ്റിന് ശേഷം വളരെ വളരെ ഒരു ലുക്കാക്കു ഒരു സബ്ബിൽ വന്ന് അങ്ങനെ അതുവരെ കളിച്ചിട്ടില്ല, ഒട്ടും കളിച്ചില്ല ബെൽജിയം. ലുക്കാക്കു ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. പിന്നെ അത് എന്നിട്ട് അവർക്ക് 4 മിനിറ്റ് ഡിഫെൻഡ് ചെയ്താൽ മതിയായിരുന്നു. ആ ഒരു ഗോൾ കീപ്പർ ഉം. മണ്ടത്തരാണ് സെനഗലിന്റെ. ആ ഗോൾ വാങ്ങുന്നു, പിന്നെ അത് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. അങ്ങനെ 120 കഴിഞ്ഞ് 123-ാമത്തെ മിനിറ്റിൽ ഒരു പെനാൾട്ടി കൺസീഡ് ചെയ്യുന്നു. അതും ആണെങ്കിൽ റഫറിക്ക് ഒരു എന്താ പറയാ, അത് ഒരു ഒരു ഷൂട്ടോടെ ഡിസർവ് ചെയ്യുന്നത് പോലെ 50-50 ആയിരുന്നേ. റഫറിക്ക് വിടായിരുന്നേ, പക്ഷെ റഫറി ഒരു പെനാൾട്ടി കൊടുക്കുന്നു. ഒരു ഒരു ദുരന്തം പോലെ ആയിപ്പോയി സെനഗലിന്റെ ആ ഒരു കളി. പിന്നെ അപ്പുറത്തുള്ളത് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കാനഡ അല്ല, പിന്നെ ഈ സ്വിറ്റ്സർലാൻഡ് അൾജീരിയ കളിയും ഈ പറഞ്ഞ പോലെ സ്വിറ്റ്സർലാൻഡ് ജയിച്ചു. അതും എല്ലാവരും എക്സ്പെക്ടഡ് ആയ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു അട്ടിമറിയൊന്നും ഉണ്ടായില്ല. പിന്നെ അർജന്റീന ഇന്നലെ ഇപ്പൊ അറിയാലോ, അപ്പൊ ഇനിയിപ്പോ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. വെറുതെ അത്യാവശ്യം ഫൈറ്റ് കൊടുത്തു, പക്ഷെ ഫൈനലി അർജന്റീനന് കയറി. പിന്നെ ഈ സൈഡിൽ നിന്ന് സ്പെയിൻ ഉണ്ടല്ലേ, സ്പെയിന് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് ജയിച്ചത്. അതിലൊന്നും 3-0 ഓസ്ട്രിയക്കെതിരെ
പിന്നെ പോർച്ചുഗലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പോർച്ചുഗൽ കയറിയിട്ടുള്ളത്. അത് പറഞ്ഞ പോലെ ഒരു വിവാദമായ വാറിന് ക്രൊയേഷ്യ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടോ. ആ ഒരു ഏജുള്ള പ്ലേയേഴ്സ് വെച്ച് മോഡ്രിച്ച് ഒക്കെ ഈ ഒരു വയസ്സിലും എന്താ കളി കളിക്കണേ, കിടിലൻ കളി കളിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു ഫിക്സറ് ആ സൈഡിൽ കൂടെ അങ്ങനെ പോയി. ഇനിയിപ്പോ ആ ബ്രാക്കറ്റിൽ ആ സൈഡിൽ വരുന്നത് പിന്നെ ഇംഗ്ലണ്ടിന്റെ കളി ഉണ്ടായിരുന്നില്ലേ? ഇംഗ്ലണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഈ പറഞ്ഞില്ലേ ആഫ്രിക്കൻ ടീമിന്റെ ഒക്കെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കോമൺ ആയ കാര്യം. ആഫ്രിക്കൻ ടീമൊക്കെ ഈ ഐവറി കോസ്റ്റ് നോർവേനായിട്ട് തോറ്റു. അത് വേറൊരു ഫിക്സറിന്. അതിലും ഈ പറഞ്ഞ പോലെ കോങ്കോ ഇംഗ്ലണ്ടിനോട് തോറ്റു, സെനഗല് ബെൽജിയത്തിനോട് തോറ്റു. ഈ മൂന്നിലുണ്ടായ ഒരു കോമൺ സംഭവം എന്ന് വെച്ചാൽ ഇവർ ആദ്യം നന്നായിട്ട് കളിച്ച് ലീഡ് ചെയ്ത് അല്ലെങ്കിൽ ജയിച്ച് നിന്നിട്ട് അവസാനം കൊണ്ടുപോയിട്ട് കണ്ട് കലമുടക്കുക. അപ്പൊ ഞാനത് പല സ്ഥലത്തും ചോദിച്ചപ്പോ എന്റെ പലരും പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു സ്കോഡ് എന്താ പറയാ ആ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ബിഗ് ഗെയിം എക്സ്പീരിയൻസ് ഇങ്ങനെ ബാക്കിയുള്ള ഈ പറയപ്പെടുന്ന ജയന്റുകളായിട്ടുള്ള യൂറോപ്യൻ ടീം അല്ലെങ്കിൽ അർജന്റീന ബ്രസീൽ പോലുള്ള ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്ന് വെച്ച് തീരെ കളിച്ച് പരിചയമില്ല എന്നല്ല, ആ വേൾഡ് കപ്പ് സ്റ്റേജിലുള്ള അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഈ പറഞ്ഞ കളി ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പിൽ ഓർമ്മയില്ലേ നമ്മള് ബ്രസീൽ ക്രൊയേഷ്യനായിട്ട് ചെയ്ത പരിപാടി തന്നെ. ആ 1-0 അതെ അതെ നെയ്മറിന്റെ ഗോൾ എടുത്തിട്ട് പിന്നെ ചെയ്യേണ്ട പണി എന്താണ്? ഡിഫെൻഡ് ചെയ്യുക, 5 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യാന്നുള്ള പണി ചെയ്യാതിരുന്നത്. അതന്നെ ബേസിക്കലി സെനഗലൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് കോങ്കോ നന്നായിട്ട് കളിച്ചിട്ടോ. ആ കളി കണ്ടില്ലായിരുന്നോ? നല്ല ഞാൻ അടിപൊളി കളി കോങ്കോ. പറഞ്ഞില്ലല്ലോ. ഞാന് വെയിലൊക്കെ പറഞ്ഞ കോങ്കോ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നെ. കാരണം ഞാൻ കോങ്കോന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ കളി കണ്ടിട്ട് ഓൻ അറ്റാക്ക് ചെയ്യുമ്പോ അമ്മാതിരി അറ്റാക്കാ ചെയ്യുന്നത്. ഡിഫെൻഡ് ചെയ്യുമ്പോൾ മരിച്ചു കുത്തി ഡിഫെൻഡ് ചെയ്യണ്ടേ. അവര് ഹാരി ക്രെയിന്റെ ബ്രില്യൻസ് രണ്ടാമത്തെ ഗോളൊക്കെ തന്നെ പക്ക സ്ട്രൈക്കർ ഗോളാ. അത് അവിടെ വേറൊരു പ്ലെയർ ആണെങ്കിൽ ആ ഗോള് കേറൂല. അടിച്ചു കയറ്റിയില്ലേ? ഫസ്റ്റത്തെ അടിച്ചു കയറ്റി നോക്കിയിട്ട് കൂടല്ല ഓന്റെ ഒരു സ്ട്രൈക്കിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ഫസ്റ്റത്തെ ഗോള് നല്ല ഗോളാ, ആ ഹെഡർ. ഞാൻ ഇംഗ്ലണ്ട് ഏകദേശം തീരുമാനമായി എന്നുള്ള നിലക്കേന്. അല്ല, ഞാൻ കാരണം ഏകദേശം ആ ഒരു 73 മിനിറ്റ് വരെ 1-0 തോറ്റിക്കണപ്പോ ഞാൻ വിചാരിച്ചു ഇംഗ്ലണ്ട് ഏകദേശം പയമടക്കി ഇറ്റ്സ് കമ്മിങ് ഹോം എന്നൊക്കെ പറഞ്ഞ് ട്രോള് പോലെ വരും അവര് പോയി. പക്ഷെ അവിടുന്ന് തിരിച്ചു വന്നിട്ട് അവര് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഞാൻ ജപ്പാനായിട്ട് ഞാൻ ബ്രസീൽ ഉള്ള പോലെ തന്നെ അവർ തിരിച്ചു വന്നു. ഇംഗ്ലണ്ടിന് ഒരു ഒറ്റ ഗോളിന്റെ കുറവുണ്ടായിരുന്നു. ഒരു ഗോൾ അടിച്ചപ്പോ പിന്നെ മറ്റുള്ള ആ ഫൈറ്റിംഗ് സ്പിരിറ്റിലൊക്കെ കഴിഞ്ഞ്. ആ, ഇല്ല. പിന്നെ പിന്നെ നമ്മൾ വിട്ടുപോയൊരു ടീം കെയ്ന് കെയിനൊക്കെ ഒറ്റൊരു ചാൻസ് അടിച്ച് ഗോളായ ഒരു കോൺഫിഡൻസ് കിട്ടിയാൽ പിന്നെ ചെയ്യും, ട്രൈ ചെയ്യും, അങ്ങനെ ട്രൈ ചെയ്യും, അടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ അടിച്ചുകൊണ്ട് വിട്ടുപോയ ടീമാണ് മെക്സിക്കോ ട്ടോ. മെക്സിക്കോന്റെ പ്രത്യേകത എന്ന് നല്ല വെച്ചാല് നല്ല ഈ കളിയാ. രണ്ട് നല്ല കളിയാണ്. ഈ മെക്സിക്കോയും സ്പെയിനും മാത്രമേ ഉള്ളൂ ഈ ഒരു റൗണ്ട് ഓഫ് 16 എത്തിയ 16 ടീമിൽ ക്ലീൻ ഷീറ്റ് ഉള്ള ഏക 2 ടീം. ഇതുവരെ ഗോൾ വഴങ്ങാത്ത, അതിലിപ്പോ ഒരു അപവാദമാണെങ്കിൽ പറയാ അവർക്ക് അങ്ങനത്തെ നല്ല ടീം വന്നിട്ടില്ല എന്നൊക്കെ വേണം പറയാം. എന്നാലും മെക്സിക്കോ ഒരൊറ്റ ഗോൾ വാങ്ങിയിട്ടില്ല, സ്പെയിനും വാങ്ങിയിട്ടില്ല. അതിൽ പിന്നെ ഇപ്പൊ അടുത്ത കളി മെക്സിക്കോ ഇംഗ്ലണ്ടാണ്. അതിൽ ആര് ജയിക്കും എന്നാ തോന്നുന്നത്? ഇംഗ്ലണ്ട് മെക്സിക്കോ ഫിക്സർ. മെക്സിക്കോ ഇൻ മൈ ഒപ്പീനിയൻ. മെക്സിക്കോ ജയിക്കുന്നവരെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മെക്സിക്കോയിലാണ് കളി എന്നാ തോന്നുന്നത്. അവരെ ഒരു ഹൈ ആറ്റിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണ് കളി. ആ അത് ഇംഗ്ലണ്ടിൽ ഒരു ആറ്റിറ്റ്യൂഡ് മൊത്തം ഫാൻസും പിന്നെ അതിന്റെ കളിയും കൂടെ ടീമിന്റെ കളി ഉണ്ടല്ലോ, ആ ഒരു സ്കോഡും ഇത് വെച്ച് നോക്കുമ്പോ എങ്ങനെയാലും ഇംഗ്ലണ്ട് ജയിക്കണം. പക്ഷെ കളിന്റെ ഒരു മൊത്തത്തില് നോക്കുമ്പോ മെക്സിക്കോ ജയിക്കും. പിന്നെ വേറൊന്നുണ്ട്, ഇംഗ്ലണ്ടിന് ഈ ലോ ബ്ലോക്ക് ചെയ്യുന്ന ടീമുകളെ ഭയങ്കരമായിട്ടാണ്. ബാക്കിയുള്ളവർക്ക് അത്ര പ്രശ്നമില്ല, കാരണം അവർക്ക് സ്പേസ് കിട്ടും. നല്ല റണ്ണേഴ്സ് ഇംഗ്ലണ്ട് മൊത്തം ഫുള്ള് എല്ലാരും കടന്നോടും. മിഡ്ഫീൽഡ് മുതൽ ആ ഫോർവേഡ് ലൈൻ, ബാക്ക് ലൈൻ കഴിഞ്ഞിട്ട്, ബാക്ക് ലൈൻ മാത്രല്ല എല്ലാം ആ വിങ് ബാക്സ് അടക്കും. അത്രക്ക് ഓടിയിട്ടാ കളിക്കുന്നത്. അതുകൊണ്ട് സ്പേസ് കിട്ടിയാൽ ഇംഗ്ലണ്ട് കളിക്കും. പക്ഷെ മെക്സിക്കോ ജയിക്കും എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഇംഗ്ലണ്ടിൽ കുറച്ച് കാണില്ല, എന്റെ ഒരു ഇന്നർ ഫീലിംഗ് ഇംഗ്ലണ്ട് ജയിച്ചാലും വലിയ അത്ഭുതമൊന്നുമില്ല, മെക്സിക്കോ ജയിച്ചാലും അത്ഭുതമൊന്നുമില്ല. 50-50. 50 പോലെ. അതുപോലെ എനിക്ക് തോന്നുന്നു പിന്നെ സ്വിറ്റ്സർലൻഡ് ആരായിട്ടായിരുന്നു? ഇവരായിട്ടല്ലേ? US അല്ലേ? അല്ല, USA ആയിട്ട് ഇവരാണ്, ബെൽജിയാണ്. ബെൽജിയം അല്ലേ? അത് എനിക്ക് തോന്നുന്നു 50-50 ഗെയിം ആയിരിക്കും. USA കാരണം ഇതുവരെയൊക്കെ അത്യാവശ്യം പൊച്ചറ്റിന്റെ കയ്യിൽ നന്നായിട്ട് സ്കോർ ചെയ്ത് വന്ന ടീമാണ്, അവരെ ഹോമാണ്. അപ്പൊ ആ ഒരു അതെ അതെ അഡ്വാൻറ്റേജ് ഉണ്ട്. ബെൽജിയം ഇതുവരെ അത്ര കൺവിൻസിങ് അല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഗെയിമിന്റെ ഒരു ബൂസ്റ്റിങ്ങിലൊക്കെ ചിലപ്പോ 50-50 ഗെയിം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതില് അർജന്റീന ഈജിപ്ത് ഞാൻ വലിയൊരു ഈസി ആയിട്ട് അർജന്റീന കയറുന്നതാണ് ഞാൻ വരുത്തുന്നത്. ജയിക്കും. പിന്നെ അത് കഴിഞ്ഞ വേറെ പിക്ചർ കൊളംബിയ അപരേറ്റാണ്. കൊളംബിയ ആണ് സ്വിറ്റ്സർലൻഡ് തോന്നുന്നു ആ സൈഡ്. അതെ അല്ലെ, കൊളംബിയ സ്വിറ്റ്സർലൻഡ് ആണ്. ആണോ? അതെ അവിടെ അത് തന്നെയാണ്. മറ്റേത് ഫ്രാൻസ് പരാഗ്വേ ആണ് ആ ഒരു സൈഡ്. അതെന്തായാലും ഫ്രാൻസ് ആയിരിക്കും. പിന്നെ ആ സൈഡിൽ സ്പെയിന് പോർച്ചുഗൽ ആരായിരിക്കും തോന്നുന്നത്?
സ്പെയിൻ ആയിരിക്കൂലേ? പക്ഷെ ചിലര് പോർച്ചുഗൽ അട്ടിമറിയൊക്കെ എടുക്കുന്നു. ഇനി എനിക്കും തോന്നുന്നത് സ്പെയിൻ തന്നെ കടന്നു പോകുന്നതാണ് ഇവരൊരു കളിയൊക്കെ വെച്ചിട്ട്. സ്പെയിൻ ആയിരിക്കും. പോർച്ചുഗൽ ഇല്ല. മെയിൻ അപവാദം ഓല കോച്ച്. ബെൽജിയത്തിന്റെ ആ, ഗോൾഡൻ ജനറേഷന്റെ അത്ര ഒന്നും ഇപ്പത്തെ പോർച്ചുഗലൊന്നും ഇല്ല. ഇല്ല. പോർച്ചുഗലിന്റെ മെയിൻ പ്രശ്നം പറഞ്ഞ ഡിഫൻസ്. റൂബൻ ഡിയാസ് കഴിഞ്ഞാല് ആ ഒരു പെയറിങ് റെനാറ്റോയ്ക്ക് എനിക്ക് അത്ര ഒരു അടിപൊളിയായിട്ട് തോന്നുന്നില്ല. സെന്റർ ബാക്ക്. ഡിഫൻസീവില് വരുമ്പോ സെന്റർ ബാക്ക് ആ ഒരു പ്രശ്നം അവർക്കുണ്ട്. പിന്നെ ഒരു മാർട്ടിനസ് കോച്ച് ഷോക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കറന്റ്ലി ഫോമിൽ വെച്ചൊക്കെ സ്പെയിൻ ജയിക്കണം. പോർച്ചുഗൽ ജയിച്ചാലും അതിൽ പ്രത്യേകം രണ്ട് ടീമും അതിനുള്ള വകുപ്പുണ്ട്. ടീമുണ്ട്, സ്ക്വാഡ് ഉണ്ട്. ആ അതൊരു നമ്മളൊരു ഇതൊക്കെ മൊത്തം ഒരു ടാക്ടിക്കൽ ബേസിൽ മാത്രം ടീം സ്ട്രെങ്ത്തിൽ മാത്രം നമ്മൾ ഇപ്പോഴത്തെ ഈ വേൾഡ് കപ്പിൽ വിജയികൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, അത്ര മാത്രം. അല്ലാണ്ട് അത് ഭയങ്കര കൂട്ടിയും കഴിച്ചുള്ള പരിപാടിയൊന്നുമല്ല. ആ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് സ്പെയിൻ ജയിക്കും എന്നാണ്. നല്ല ചുരുക്കി പറഞ്ഞാൽ ഈ പ്രീ ക്വാർട്ടറത്തെ നല്ല ഫിക്സ്റ്റേഴ്സ് സ്പെയിന്, പോർച്ചുഗല്, മെക്സിക്കോ, ഇംഗ്ലണ്ട് ഒക്കെ ആയിരിക്കും ഏറ്റവും ഏറ്റവും മുന്നേ. നല്ല ഗ്രൗണ്ടിൽ ഇത് മാത്രം ഒന്നാവില്ല കേട്ടോ, മറ്റു പല എല്ലാ ഗെയിമും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ. പക്ഷെ ബ്രസീലിന് ഓരോ ഈസി ഒന്നല്ല, നല്ല കളിയായിരിക്കും. നല്ല ടൈറ്റ് ആയിക്കാരോ. ടൈറ്റ് ആയിരിക്കും. ഇനി എല്ലാം ടൈറ്റ് ആയിരിക്കും. ഇനി എല്ലാ കളിയും ടൈറ്റ് തന്നെ പറഞ്ഞ പോലെ. പിന്നെ ഈ വേൾഡ് കപ്പില് എനിക്ക് റഫറിങ് കൺസിസ്റ്റൻസി ഇല്ല ഭയങ്കരമായിട്ട്. ആ ഒരു പ്രശ്നം ചില ടീമിന് ചില നിയമം അങ്ങനെയൊക്കെ ഒരു സാധനം വരുന്നു. പിന്നെ എനിക്ക് എന്താ പറയാ, ഒരു മിനിമം ഒരു പ്രീമിയർ ലീഗ് യൂസ് ചെയ്യൽ ആ ഒരു ലെവലിൽ ഒന്നും റഫറിമാർക്ക് ഒരു കൺവിൻസ് ആയിട്ടില്ല. റഫറിമാരെ കോളിംഗ് ആയാലും മൊത്തത്തില് ചിലപ്പോ ഈ വേൾഡ് കപ്പിന്റെ മൊത്തത്തിലുള്ള നിയമമായിരിക്കും. പക്ഷെ നമ്മൾ കളി കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, റഫറിമാര് 2022 വേൾഡ് കപ്പിന്റെ ആ ഒരു ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നു. ചില ഭയങ്കരമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് കളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഏകദേശം ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. ഇനിയിപ്പോ ഇന്ന് ഫ്രാൻസിന്റെ കളി കാണുന്നുണ്ടോ? അങ്ങനെ ഫ്രാൻസിന്റെ സീനാണ്. ഉറക്കം ഭയങ്കര സീനാ. ആ ഒരു മാച്ച് കുറെ മിസ്സാവുന്നുണ്ട്. ആ മിഡിലുള്ള മാച്ച് ഉണ്ടല്ലോ, ഒരു 1:30, 2:30, 3:30 മാച്ച് പിന്നെയും കാണാൻ പറ്റും. ബ്രസീലിന്റെ മാച്ച് നാളെ 1:30-ക്കാണല്ലോ അല്ലേ? നാളെ 1:30, 3:30 അല്ലേ? 3:30 1:30 1:30 അല്ലേ? അത് കാണും, മസ്റ്റ് അല്ലേ? അപ്പൊ ശരി, നമുക്ക് എന്നാല് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കേടാ, അടുത്തിൽ കാണാം. ഓക്കെ. എക്സാ ലോഡിങ്. ഓക്കെ.